എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് ആനിമെ TV സീരീസിന്റെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകളെല്ലാം നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി അത് കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാഫ്ക ഹിബനോയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു കൈജുവിന്റെ ഗന്ധം എന്ന് ആശ്ചര്യപ്പെടുന്ന ഇക്കോരി ഷിമോണിയെ കാണിക്കുന്നു. എന്നാൽ അവർ ഇരുവരും കൈജു ഡിസ്പോസൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നും അതുകൊണ്ടാവാം കാഫ്കയ്ക്ക് ഒരു കൈജുവിന്റെ ഗന്ധം എന്നും ലെനോ ഇഷിക്കാവ വിശദീകരിക്കുന്നു. പിന്നീട് കാഫ്ക പോയി കിക്കോരി നേരത്തെ എടുത്തെറിഞ്ഞ അവന്റെ വാൻ എടുത്തുയർത്തി നേരെയാക്കുന്നു. അത് കണ്ട് കാഫ്കയും തന്റേതുപോലത്തെ ഏതെങ്കിലും പേഴ്സണൽ സൂട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അവൾ അത്ഭുതപ്പെടുന്നു. കിക്കോരിയുടെ മുന്നിൽ ഒരു ഡീസന്റ് ഷോ ഓഫ് നടത്തിയതിനു ശേഷം കാഫ്ക നേരത്തെ അവൾ ചെയ്തതുപോലെ സ്വയം പരിചയപ്പെടുത്തുന്നു. അപ്പോൾ കിക്കോരി പുച്ഛത്തോടെ അവരെ രണ്ടുപേരെയും പരീക്ഷയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. കിക്കോരി അവിടെ നിന്ന് പോകുമ്പോൾ തന്റെ കൈജു പവർ യൂസ് ചെയ്ത് ആ വാൻ ഉയർത്തിയതിൽ ലെനോ കാഫ്കയോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവൾക്ക് കാണാൻ കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് താൻ രൂപാന്തരപ്പെടുത്തിയത് എന്ന് കാഫ്ക ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ശേഷം അവർ എക്സാം നടക്കുന്നിടത്തേക്ക് പോകുന്നു. ഫിറ്റ്നസ്, ആപ്റ്റിറ്റ്യൂഡ് എന്നിങ്ങനെ 2 ടെസ്റ്റുകളാണ് രണ്ടാം ഘട്ടത്തിലുള്ളതെന്ന് ലെനോ വിശദീകരിക്കുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നത് ഒരു വൈൽഡ് കാർഡ് ആയതിനാൽ എല്ലാ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഫിറ്റ്നസ് ടെസ്റ്റിൽ മാക്സിമം സ്കോർ ചെയ്യേണ്ടതാണെന്ന് ലെനോ കാഫ്കയ്ക്ക് നിർദ്ദേശം നൽകുന്നു. ടെസ്റ്റ് കഴിയുമ്പോൾ കാഫ്ക കഷ്ടിച്ച് ഫിറ്റ്നസ് ടെസ്റ്റിൽ തുടരുകയും 225 പേരിൽ 219 സ്ഥാനത്തെത്തുകയും ചെയ്യുന്നു. എന്നാൽ കിക്കോരു വേഗം അവിടേക്ക് വരികയും അവനെ കളിയാക്കുകയും ചെയ്യുന്നു. കാഫ്ക തന്റെ പവേഴ്സ് ഉപയോഗിക്കാത്തതിൽ ലെനോ ആശ്ചര്യപ്പെടുന്നു. താൻ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരോട് നീതി പുലർത്തലല്ലെന്നും കാഫ്ക വിശദീകരിക്കുന്നു. എന്നിരുന്നാലും താൻ അത് ഉപയോഗിക്കേണ്ടതായിരുന്നുവെന്നും ഇപ്പോൾ അതിൽ ഖേദിക്കുന്നുവെന്നും കാഫ്ക പറയുന്നു. അതേസമയം എക്സാമിനർ മീനോ ആശ്രോയ്ക്ക് ഈ വർഷത്തെ പരീക്ഷാർത്ഥികളുടെ ലിസ്റ്റ് നൽകുന്നു. കൈജുവിനെ കൊല്ലുന്നതിൽ മാത്രമല്ലാതെ വേറെ ഒന്നിലും താല്പര്യമില്ലാത്ത പോലെ മീന ഇരിക്കുന്നു. എന്നാൽ കാഫ്കയുടെ ഫയൽ കണ്ടപ്പോൾ അവൾ എക്സാമിനർ പറയുന്നത് ശ്രദ്ധിക്കാൻ തീരുമാനിക്കുന്നു. പരീക്ഷയിൽ മികച്ച പ്രകടനം നടത്തിയവരെക്കുറിച്ച് ഷോഷിറോ സംസാരിക്കാൻ തുടങ്ങുന്നു. അതേസമയം ലെനോ കാഫ്കയോട് അവരെക്കുറിച്ച് പറയുന്നു. ഹാറുയിച്ചി ഇസുമോ, ഇഹാറു സുറിഹാഷി, പിന്നെ ആവോയി കാഗുറായി, ഈ 3 പേരാണ് പ്രധാന എതിരാളികളെന്ന് ലെനോ പറയുന്നു. എന്നാൽ അവരിൽ ഏറ്റവും മികച്ചത് കിക്കോരു ആണ്. ഹാറുയിച്ചി, ഇഹാറു, ആവോയി എന്നിവർ അവളെ നിരീക്ഷിക്കുന്നു. അപ്പോൾ കിക്കോരു വീണ്ടും കാഫ്കയെ സമീപിക്കുന്നു. അവൻ തന്നെ വീണ്ടും വിഡ്ഢിയാക്കുകയാണെന്ന് അവൾ അവനോട് പറയുന്നു. തുടർന്ന് പരീക്ഷാർത്ഥികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തയ്യാറാകുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി കൈജുവിന്റെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കുവാനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിരുന്നതെന്നും അതിനാലാണ് കാഫ്കയുടെ കമ്പനിയിൽ ചേരുന്നതെന്നും ലെനോ പറയുന്നു. തുടർന്ന് പരീക്ഷയുടെ പ്രവേശന സമയത്ത് 3rd ഡിവിഷൻ വൈസ് ക്യാപ്റ്റനായ സോഷിറോ സ്വയം പരിചയപ്പെടുത്തുകയും അതേപോലെ ഈ വർഷത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നത് കൈജുകളെ കൊല്ലുന്നതാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അത് കേട്ട് ലെനോയും കാഫ്കയും ഞെട്ടുന്നു. എന്നാൽ നിങ്ങളെ ഞങ്ങൾ ഒരു മുൻകരുതലുകളും ഇല്ലാതെ വിടില്ലെന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡിഫൻസ് ഫോഴ്സ് സ്പെഷ്യൽ സൂട്ടുകൾ നൽകുമെന്നും സോഷിറോ വിശദീകരിക്കുന്നു. ആ സൂട്ടുകൾ കൈജുവിന്റെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിനാൽ ആ സൂട്ട് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും കൂടാതെ കോംബാറ്റ് ഫോഴ്സ് നൽകുകയും ചെയ്യുന്നു. സ്യൂട്ട് ധരിച്ച ശേഷം ലെനോ അവന്റെ അടുത്തുള്ള സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അവിടെ അവന്റെ കോംബാറ്റ് ഫോഴ്സ് 8% കൂടിയതായി കാണുന്നു. അതെന്താണെന്ന് അവൻ ആശ്ചര്യപ്പെടുന്നു.
അത് സൂട്ടിന്റെ ശക്തി താൻ പുറത്തെടുത്തേക്കുന്നതാണെന്നും പരിശീലനം ലഭിച്ച ഒരു ജനറൽ ഓഫീസർക്ക് ഏകദേശം 20% മാത്രമേ ലഭിക്കൂവെന്നും ഷോഷിറോ വിശദീകരിക്കുന്നു. അവരിൽ ഏറ്റവും കൂടുതൽ ശക്തി പുറത്തെടുത്തിരിക്കുന്നത് ഷിമോണിയാണ്. അവൾ 46% ശക്തിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നൂബി അത്രയും പവർ പുറത്തെടുക്കുന്നത്. ഹറുയിച്ചി 10%, ആവോയ് 15%, ഇഹാറു 14% പവറാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ 10%-ൽ കൂടുതൽ പവർ പുറത്തെടുത്ത പരീക്ഷാർത്ഥികളെ കണ്ട് അവരെല്ലാം ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ 0% മുകളിലുണ്ടെങ്കിൽ അവർ വിജയിക്കുമെന്നും താൻ ഒരിക്കലും 0-ൽ താഴെയുള്ള ആരെയും കണ്ടിട്ടില്ലെന്നും ഷോഷിറോ പറയുന്നു. അപ്പോഴാണ് കാഫ്കയെ കാണിക്കുന്നത്. ഷോഷിറോ പറഞ്ഞതുപോലെ തന്നെ കാഫ്കയ്ക്ക് 0% പവറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഷോഷിറോ ചിരിക്കുന്നു. എല്ലാവരെയും അവസാന ഘട്ടത്തിലേക്ക് പറഞ്ഞു വിടും മുന്നേ അവരോട് അവർ എപ്പോഴും ഡ്രോൺ നിരീക്ഷണത്തിലായിരിക്കുമെന്നും ജീവൻ അപകടത്തിലാണെങ്കിൽ അവരുടെ സൂട്ടിലെ ഷീൽഡ് ആക്ടിവേറ്റ് ആകുമെന്നും എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ പരീക്ഷയിൽ അവർ ഫെയിൽ ആകുമെന്നും പറയുന്നു. പരീക്ഷയിൽ അവർ മുഴുവൻ 36 കൈജുകളെ തുറന്നു വിട്ടിട്ടുണ്ടെന്ന് വിശദീകരിച്ച് ഷോഷിറോ പരീക്ഷ ആരംഭിക്കുന്നു. ഓരോ പരീക്ഷാർത്ഥിക്കും അവരെ നിരീക്ഷിക്കുന്ന ഒരു ഓട്ടോ ട്രാക്കിംഗ് ഡ്രോൺ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ആരെല്ലാം പരാജയപ്പെട്ടുവെന്ന് ഡിഫൻസ് ഫോഴ്സ് കമാൻഡ് റൂമിൽ ഇരുന്ന് നിരീക്ഷിക്കും. പരീക്ഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നേ മീനോ ആഷിറോയാണ് ഈ അവസാന പരീക്ഷ നിയന്ത്രിക്കുന്നത് എന്ന് ഷോഷിറോ അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ കാഫ്ക ഇതാണ് അവളെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ അവസരമെന്ന് കരുതുന്നു. അങ്ങനെ പരീക്ഷ ആരംഭിക്കുന്നു. ഷിനോമിയെയും മറ്റുള്ളവരും അതിവേഗം ഓരോരോ കൈജുകളെയായി കൊന്ന് മുന്നേറുന്നു. കാഫ്കയും ലെനോയും അവർക്ക് കൈജുവിന്റെ ബോഡിയെ പറ്റിയുള്ള അറിവ് കൊണ്ട് മറ്റുള്ളവരെ കൈജുകളെ കൊല്ലാൻ സഹായിക്കുന്നു. പെട്ടെന്നാണ് കാഫ്കയെ ഒരു കൈജു പ്രതിശതമായി ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. നിലത്ത് വീണ് കിടക്കുന്ന കാഫ്കയെ കണ്ട് ഷോഷിറോ അവന്റെ സൂട്ടിലെ ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഷിനോമിയ വന്ന് ആ കൈജുവിനെ കൊല്ലുന്നു. അതുപോലെ തന്റെ യുദ്ധക്കളത്തിൽ ആരെയും മരിക്കാനോ ഉപേക്ഷിക്കാനോ അനുവദിക്കില്ലെന്നും ഈ പരീക്ഷ താൻ 1 നിമിഷം കൊണ്ട് പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവൾ കാഫ്കയോട് പറയുന്നു. എന്നിട്ട് ഷിനോമിയ കൈജുവിനെ കൊല്ലുന്നത് തുടരുന്നു. ഷോഷിറോ കാഫ്കയുമായി അപ്പോൾ വയർലെസ് വഴി ബന്ധപ്പെടുന്നു. തനിക്ക് 1-ലധികം ഒടിവുകൾ ഉണ്ടെന്നും ഇന്റേണൽ ഓർഗൻസിന് ഡാമേജ് ഉണ്ടെന്നും കാഫ്കയെ അറിയിക്കുന്നു. അതിനാൽ പരീക്ഷയിൽ നിന്ന് പിന്മാറാൻ ശുപാർശ ചെയ്യുന്നു. പക്ഷേ ഇത്രയും കാലം താൻ പേടിച്ച് ജീവിക്കുകയായിരുന്നുവെന്നും ഇതാണ് താൻ മീനയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാനുള്ള അവസാന അവസരമെന്നും അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും താൻ പിന്മാറുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാഫ്ക അവിടെ നിന്ന് എണീക്കുന്നു. അവിടെ 3-ാമത്തെ എപ്പിസോഡ് തീരുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.